പിടിക്കടാ പിടിക്കടാ. അവന്റെ കിടപ്പ് കണ്ടില്ലേ? ഒരെണ്ണം ഒഴിച്ച് അവന് കൊടുക്കണം. അവന്റെ തലയിലോട്ടെടുത്ത് എന്താടാ അവൻ പടവായെന്നാ തോന്നേ. പൊക്കടവനെ ഇങ്ങോട്ട് എണീക്കടാ. എണീക്കടാ ഇങ്ങോട്ട്. എങ്ങനെയാണ്ടാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞിട്ട് നീ എങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ? എടാ എന്നാ പിന്നെ നീ ജീവിച്ചിരിക്കണോടാ? ഏ എൻ്റെ പേര് രമേശൻ. ഞാനൊരു സാധാരണക്കാരനാണ്. 100,000 പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ എന്നും മറ്റുള്ളവർക്ക് ഒരു തമാശയാണ്. കാരണം കയ്യിൽ കാശില്ലാത്തവൻ എന്നും ആരുടെയൊക്കെയോ വാക്കിനും പ്രവൃത്തിക്കും അടിമകളാകുന്നവരാണ്. എങ്ങോട്ടാ രമേശ? ഓ ചുമ്മാ ഇറങ്ങിയതാടാ. നീ അറിഞ്ഞാ സുരേഷേട്ടൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെന്ന്? അവൻ കൊച്ചു ചെറുക്കല്ലേടാ? ആടാ, ഇപ്പോഴത്തെ പിള്ളേരും സ്കൂൾ പിള്ളേരും ഒക്കെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഇതാരെ എൻ്റെ മെയിനാണ്? എല്ലാരും പറയുന്ന കാശിയാന്ന്. അവനേതാ? മറ്റേ അനിരുദ്ധ മുതലാളിയില്ലേ പണ്ട് മരിച്ചുപോയെ? ഓ, ആ പുള്ളിയുടെ മോനായി കാശി. ഇതെവിടാന്നറിയോ ഇതിൻ്റെ സ്ഥലം? എനിക്കാ സ്ഥലം അറിയാം, നമുക്ക് പോയാലോ? നിനക്കറിയാം? അറിയാം. നീ വണ്ടിയോട്. ഇതിനപ്പുറത്താണ് അമ്മാരുള്ളേ. വേഗം വാ. ദേ ഇവിടെ. എന്നെ വീട്ടിൽ പൊക്കിയപ്പോ അച്ഛനൊന്നും പറഞ്ഞില്ലേ? ഓ ഒരു തന്തയും തരല്ലേ, അവരോട് പോകാൻ പറ. ചേട്ടാ ഒരു 500-ന്റെ പാക്ക് തരാം. ഇതുകൊണ്ടാ ചേട്ടാ 500-ന്റെ പാക്ക്. നിക്കടാ അവിടെ, അവിടെ നിക്കടാ, ഓടാടാ, അവിടെ നിക്കടാ.
സാറേ, നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ ആരാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. വന്ന കാര്യം എൻ്റെ ഒരു ചെക്കനെ ഇവിടെ ലോക്കപ്പിൽ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ വന്ന അതിനല്ല. നാളെ എൻ്റെ കുറച്ച് പിള്ളേര് ഒരു ചെക്കനെ കൂടെ കൊണ്ട് അവനെന്നെ ഒതുക്കണം. മിസ്റ്റർ പേര് കാശി. കാശി. അങ്ങനെ ഒതുക്കാനൊന്നും തന്നെ കിട്ടില്ല. തനിക്ക് പോവാം. നിങ്ങൾ ഇതിനു മുമ്പ് വരുന്ന സ്റ്റേഷനിൽ നല്ല കൊയ്ത്തായിരുന്നു, നമുക്കറിയാം. കാണണ്ട പോലൊക്കെയാണ് കാണാന്നേ. നിങ്ങൾ അവനെ കൂടെ കൊണ്ടുപോവാ, നമുക്ക് നോക്കാം. എന്താടാ എന്ത് നീ നാട് നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് കേട്ടല്ലോ. നീ വലിയ പുണ്യാളനാന്ന് കേട്ടല്ലോടാ. കൊച്ചു പിള്ളേർക്കാണോ കഞ്ചാവ് കൊടുക്കുന്നത്? അത് ഞാൻ സമ്മതിക്കത്തില്ല. കൊടുക്കൂടാ, നീ എന്ത് ചെയ്യും? എന്താടാ ഇത്? കാണിച്ചടാ. എന്ത് കാണിച്ചെന്റെ അല്ല കൈന്ന് വിടറാ. എന്തിയടാ? കഞ്ചാവാണല്ലോടാ. നോക്കട്ടാ, നിക്കടാ. നീ നിക്കടാ. എവിടെ പോ? ഇനി എന്തെല്ലാം ഉണ്ടോടാ? അത് നമ്മുടെ രമേശല്ലേ? അത് അതെ, ഇവനെ ഞങ്ങൾ കുറച്ചാളായിട്ട് ഇങ്ങനെ നോക്കി കിടക്കായിരുന്നു. നമ്മുടെ നാട്ടിലെ പിള്ളേർക്കെല്ലാം കഞ്ചാവ് കൊടുക്കുന്നത് ഇവനാണ്. ഇവനൊക്കെ നാട്ടിൽ നല്ല വെള്ള ചമഞ്ഞ് കിടക്കുക. ഇവനൊക്കെ ഇങ്ങനെ വളരാൻ വിട്ട ഭാവിയിൽ നമ്മുടെയൊക്കെ പിള്ളേർക്കല്ലേ എൻ്റെ ദോഷം വരിക. ഇവനൊക്കെ പിടിച്ച് പോലീസിലേപ്പിക്കുക വേണ്ടത്. നമ്മുടെ പിള്ളേരെ അവനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അവൻ എങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ചേട്ടൻ ചെല്ലേ. ആഹാ, രമേശ, നിന്നെ കുറിച്ച് ഇത്രയും വിചാരിച്ചിട്ടാണോ ഇവനെ പിടിച്ച് പോലീസിലേപ്പിക്കണം? ഓ, അവന്റെ നിപ്പ് കണ്ടില്ലേ? എടാ, നാണമുണ്ടോടാ നിനക്ക്? ആഴ്ച കൂടുന്തോറും തേങ്ങ പൊടിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ. ഇനിമേല നീ തേങ്ങ പൊടിച്ചിട്ടാ ആ തേങ്ങ കൊണ്ട് നിന്നെ നാഭി ഞാൻ അടിച്ചു പൊളിക്കും, കേട്ടാ? അയ്യോ, കിണിക്കണവൻ. ഓടാ വിനോദേ, വിനോദേ, ഇവനെ കൊണ്ടോ ആടോ. തലക്കിടയിട്ട് അവനെ കൊണ്ടുപോ. കാശിയേട്ടെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. താനിപ്പോൾ തൽക്കാലം പൊക്കോ. പുറത്ത് കാശിയുടെ നിൽപ്പുണ്ട്, കാശിനോടൊന്ന് പറഞ്ഞേക്ക്. ശരി സാർ. ശരി. ആ വിൽപ്പനക്കാരനെ വിട്. നിനക്ക് കച്ചവടം പുഷ്ടിപ്പെടുത്താൻ സ്കൂൾ പിള്ളേർ കിട്ടുള്ളൂ. എനിക്ക് കച്ചവടമൊന്നുമില്ല സാറേ. മുഖത്തോക്കി കള്ളം പറയുന്നോടാ. അല്ല സാറേ, എന്നെ ആരോ പെടുത്തിയതാ. ആര് പെടുത്തി നിന്നെ? നിന്നെ പോലുള്ള എംബോക്കികളൊക്കെ സ്ഥിരം പറയുന്ന ഡയലോഗാണ് എന്നെ പെടുത്തിയതാണെന്ന്. ആരാ നിന്നെ പെടുത്തിയത്? അതെനിക്കറിയത്തില്ല സാറേ. വിനോദേ ഡോ, ഇവിടുന്ന് എണ്ണയിലിട്ട് തൊലി പൊളിച്ചെടുക്ക്. പണിയുണ്ട്. സെല്ലിടണ്ട, റൂമിൽ കിട്ടാ മതി. ഞാനല്ല സാർ. വേഗം വേണം. ഡോ, ഇവന്റെ പേരിൽ FIR എഴുതി വെച്ചോ. ആ കഞ്ചാവ് കേസും ആ പെൻഡ് ചെയ്തേക്കണ മോഷണ കേസും കൂടി എഴുതിക്കോ സാർ. ചെല്ല്. അറിയില്ല സാർ, ഞാനല്ല സാർ. എന്തിനാ സാർ? ഞാനല്ല സാർ, ഞാനല്ല സാർ.
സാറേ ഞാനല്ല സാറേ, സത്യം ഞാനല്ല സാറേ, എനിക്ക് അറിയത്തില്ല സാറേ, ആരോ കുടിക്കുന്ന സാറേ. അടിക്കരുത് സാറേ, സാറേ ഒന്ന് പറഞ്ഞ മാറി നിൽക്കണോ? ഞാനല്ല സാറേ. ആ ആ ആ അവന് കഞ്ചാവ് വിൽപ്പനല്ലേ? ചവിട്ടോ, ചവിട്ടി കൂട്ടറവനെ. നിർത്തണോ? അയ്യോ സാർ, പൊക്കവനെ. എടാ ആരാന്റെ പിള്ളേര് പൊക്ക വലിച്ചു. നിനക്ക് എന്നാത്തിന്റെ കടാടാ? നിനക്ക് എന്നാത്തിന്റെ കടാന്ന്? എടാ ഇത് പുറത്തുള്ള വമ്പന്മാരുടെ പണിയാ. നിനങ്ങ് പൂട്ടിയേക്കാനാ ഓർഡർ, മനസ്സിലായോ? ഡാ വിനോദേ, സാർ ഇവനൊന്ന് കുളിപ്പിച്ചെടുക്ക്, കോടതി കൊണ്ടുപോളതാ. രമേശ, നീ വന്നെന്നറിഞ്ഞു. അപ്പോൾ ഒന്ന് കാണേണ്ടത് എൻ്റെ മര്യാദയല്ല. ജയിൽ വാതിക്കൽ നീ ഇറങ്ങുന്നത് കാണാൻ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. കാരണം എനിക്കങ്ങനെ ആരെയും ദ്രോഹിക്കുന്ന ഇഷ്ടമല്ല. അല്ല, നീ ഇനി എങ്ങനെ ജീവിക്കും? ഒരു കൂലിപ്പണി പോലും കിട്ടത്തില്ല. എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ? എൻ്റെ വീട്ടിലെ 3 കക്കൂസുണ്ട്. ഡെയിലി വന്ന് കഴിക്കും. 10-100 ഞാനും തരാന്ന്. ആരാ? എന്താ? ചേട്ടാ, ഞാൻ BMC കമ്പനിയുടെ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇവിടെ അടുക്കളയിൽ ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ. വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. എന്നാലും അമ്മയെ വിളിച്ച് ചോദിക്കൂ. അല്ലെങ്കിൽ സാരമില്ല, നമുക്ക് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ പരിചയപ്പെടാം. ആരുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എന്നാലും ചേട്ടാ ഈ പ്രൊഡക്ട്സ് ഒന്ന് നോക്ക്. നമുക്ക് അടുക്കളയിൽ നിത്യോപയോഗ വേണ്ട വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ല. വേണ്ട കമ്പനിയുടെ ലേറ്റസ്റ്റ് വേണ്ട, ഇവിടെ ആരുമില്ല, അമ്മയില്ല, ആരുമില്ല. ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല. ചേട്ടാ ഇവിടെ ആരും ഇല്ലേലും ഒന്ന് വെക്കാതിരിക്കുവല്ലോ. വേണ്ട വേണ്ട, എനിക്ക് ആവശ്യമില്ല. പൈസയില്ല, വെച്ചേ, പൈസയില്ല.
കാശില്ലാത്തവരാ എന്ന് വെച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണ്ടേ? പോട്ടെ. അതെ, ഇവിടെ ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളറിയോ? എവിടെ? ഈ ഏരിയയിലും കണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെ ആരുമില്ല. അതെ ചേട്ടി, ഈ അഡ്രസ്സ് ഒന്ന് നോക്ക്. ഇതിവിടും കൊള്ളാമല്ല. അല്ല ചേട്ടന് പരിചയം ഉണ്ടാവും ഈ അഡ്രസ്സ്. സോറി. ചേട്ടന് നല്ല പരിചയം ഉണ്ടല്ലോ. നിനക്ക് ബാലനറിയൂടാ? എന്റെ അച്ഛനാടാ ഇത്.